എന്തിട്ട് പരിപാടി മക്കളെ, അങ്ങനെ കാലത്തെ നമ്മളെ കിച്ചു ബ്രോ വന്നിട്ട് സ്പെഷ്യൽ എന്തെങ്കിലും കഴിക്കാറുണ്ട് വിളിച്ചോണ്ട് പോയിട്ടാ. അങ്ങനെ നോക്കുമ്പോൾ കാലത്ത് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടാ. ചിക്കൻ, മട്ടൻ ഒക്കെ ഉണ്ട് ഇതില്. അങ്ങനെ അത് കഴിച്ച് നേരെ പോയി. ഉച്ചയാകുമ്പോൾ അടുത്ത സെറ്റ് ചോറ്, പിന്നെ ബംഗാളി സ്റ്റൈലുള്ള ചേച്ചി ഏട്ടത്തല കറി ഉണ്ടാക്കിയിട്ട് അതിൽ പരിപ്പും ദാലൊക്കെ ഇട്ടിട്ട് തരിക. പിന്നെ ഇന്നലത്തെ മീൻ കറിയിൽ ബാക്കി ഉണ്ടായിരുന്നു അതും. ഓശുവിൻ്റെ പൊന്നു പറയണ്ട. ഇക്കാഞ്ച് ഇതൊക്കെ അടുത്ത് വിഴുങ്ങണമെന്നുണ്ട്, പക്ഷെ വിഴുങ്ങാൻ പറ്റണില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കണേ. എന്തോരം ഫുഡ് കഴിച്ച് എനിക്ക് വയ്യാണ്ടായി. അങ്ങനെ പോയി വീണ്ടും കിടന്നുകൊണ്ട് വൈകുന്നേരം ആകുമ്പോൾ മാർക്കറ്റിലേക്ക് ചേച്ചിയും വരുന്നുണ്ട് എന്തൊക്കെ വാങ്ങാണ്ടെന്നുണ്ട് നേരെ പോയതാ. അങ്ങനെ നോക്കുമ്പോൾ ഞാൻ ചോദിച്ചു ആദ്യം ഗോതമ്പ് ദോശ ഞാൻ ചോദിച്ചിട്ട് പറഞ്ഞത്. നോക്കുമ്പോൾ ഗോതമ്പ് ദോശ നല്ല കേട്ടോ, അതിൻ്റെ ഉള്ളിൽ മധുരമൊക്കെ വെച്ചിട്ട് നല്ല അടിപ്പം സാധനമായിരുന്നു കേട്ടോ. അങ്ങനെ അത് പറഞ്ഞാൽ പടച്ചു. അങ്ങനെ നോക്കുമ്പോൾ അവർ അവിടുന്ന് അപ്പൊക്കെ ഉണ്ടാക്കിയിരുന്നു കേട്ടോ. നല്ല രസമുണ്ട് കാണാനുണ്ടാക്കാൻ. എന്തോ ഒരു പേര് പറഞ്ഞു, പേര് വായാലും കൊള്ളാത്ത കാരണം പിന്നെ ഞാൻ പറയാൻ നിൽക്കണില്ല. അങ്ങനെ നോക്കുമ്പോൾ ആ ചേച്ചി പുട്ടുണ്ടാക്കുന്നുണ്ട്, ചിരട്ടപ്പുട്ട് പോലത്തെ സാധനം ഉണ്ടാക്കണം. നോക്കുമ്പോൾ ചിരട്ടപ്പുട്ടിൻ്റെ ഉള്ളിൽ മധുരമെന്ന് മനസ്സിലായി കണ്ടാഴിക്കന്നെ. അങ്ങനെ നോക്കുമ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കി. ആളാ വെച്ചാൽ പുതിയത് കാണുമ്പോൾ അത് ട്രൈ ചെയ്ത് ചെയ്യുന്നുണ്ട്. ഞാനാ വെച്ചാൽ പരമാവധി വേണ്ടെന്ന് പറയും, പറ്റണ്ട നമുക്ക്. അങ്ങനെ പക്ഷേ പുട്ടിനേക്കാളും നല്ല മറ്റേ വളർന്നുണ്ട്. അങ്ങനെ അതും കഴിച്ചിട്ട് നേരെ നമ്മൾ പോയിട്ട് ചിക്കൻ വാങ്ങാനാണ്. ഒരു കോഴിനെ വാങ്ങിച്ചു. ഇവിടെ കോഴിനെ കൊല്ലുണ്ടായിട്ട് കഴിഞ്ഞാൽ നമുക്ക് സൈക്കിൾ ഒരു തരി വെള്ളം കൊടുക്കേണ്ട ഒരു ഒറ്റ കട്ട. അങ്ങനെ ഇന്നത്തെ പരിപാടി രാത്രി സെറ്റ് ചിക്കൻ വറുത്തത്. അങ്ങനെ ചിക്കൻ വറക്കണ പരിപാടി തുടങ്ങി നമ്മൾ. അങ്ങനെ ചോറും നല്ല തൈരും നല്ല ചിക്കൻ വറുത്തതും ഒക്കെ കൂടിയിട്ട് ഓയ്യോ എൻ്റെ പൊന്നു, ഇന്നത്തെ ദിവസം പറയണ്ട. ആരെങ്കിലും ഇയാളെ കാണുക വെച്ച് കഴിഞ്ഞാൽ ഒരു നേരത്തെ ഭക്ഷണം വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞാൽ ഓടി രക്ഷപ്പെട്ടോട്ടാ.